ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിന്ന് മറ്റൊരു വിശുദ്ധയുടെ കഥ കേട്ടാലോ? ഇന്ന് ഡിസംബർ 12. ഈ ദിനം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദെ ഷന്താൽ. കൂട്ടുകാരെ, കുട്ടിക്കാലത്ത് നമ്മെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണല്ലോ. അതുപോലെ ബർഗണ്ടി പാർലമെൻറ്റിലെ പ്രസിഡൻ്റായിരുന്ന ബെനിഗ്നിയോ ഫ്രെമിയോട്ടിൻ്റെ രണ്ടാമത്തെ മകളായി 1573 ജനുവരി 25 ജെയിൻ ജനിച്ചു. നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അമ്മയാണല്ലോ. എന്നാൽ ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചതിനാൽ വിശുദ്ധയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് പിതാവായിരുന്നു. ജെയിന് 20 വയസ്സുള്ളപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായ ബാരൺ ദെ ഷന്താളുമായി അവളുടെ വിവാഹം നടന്നു. അദ്ദേഹം മതഭക്തനും യോഗ്യപുരുഷനുമായിരുന്നതിനാൽ ജെയിൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു. ദിനം പ്രതി ദീർഘസമയം അവൾ പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും സമയം ചെലവഴിച്ചു. എന്നാൽ ആ ഭാഗ്യം നീണ്ടു നിന്നില്ല. ജെയിന് 28 വയസ്സുള്ളപ്പോൾ ഭർത്താവ് നായാട്ടുവേളയിൽ വെടികൊണ്ട് മരിച്ചു. കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയോ ദുഃഖങ്ങളോ കടന്നു വരുമ്പോൾ നേർവഴി കാട്ടുവാനും ധൈര്യം പകരുവാനും ദൈവം ആരെങ്കിലുമൊക്കെ നമുക്കായി കരുതാറില്ലേ? അതുപോലെ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് വഴിത്തിരിവായി കടന്നു വന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സീൽസ്. വിശുദ്ധ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിനു ശേഷം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം നിത്യവും ദേവാലയത്തിൽ പോവുകയും ദിവസവും 1-2 മണിക്കൂർ ധ്യാനത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി തൻ്റെ സമയം മാറ്റിവെക്കുകയും ചെയ്തു. തുടർന്ന് സന്യാസ സഭയിൽ ചേരുകയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും ചെയ്തു. ജെയിൻ്റെ പിതാവും ബന്ധുക്കളും ഇതിനെ അങ്ങേയറ്റം എതിർത്തെങ്കിലും അവളുടെ സ്ഥിരത കണ്ടിട്ട് അനുമതി നൽകി. കൊച്ചി പരിത്യാഗ പ്രവർത്തികൾ വഴി ആന്തരിക നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഉപദേശം. ദൈവം നമ്മിൽ ജീവിക്കാൻ നമ്മൾ മരിക്കണമെന്നായിരുന്നു അവർ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരുന്നത്. 1641 ഡിസംബർ 13 69-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തളർച്ചകൾ ഒന്നിൻ്റെയും അവസാനമല്ല, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്നും ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു അവസരമാണെന്നും നമുക്ക് കാട്ടിത്തന്ന ഉത്തമ മാതൃകയാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദെ ഷന്താൽ. അതുപോലെ നമുക്കും വിശുദ്ധിയിലേക്ക് കടക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.